ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തിരിക്കുന്ന ഗ്രോ മാർക്കറ്റിൽ റൈറ്റ് കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ്. ഓരോ വർഷവും പുതിയ റോൾസ് ഉയർന്നു വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും ഡെവലപ്മെൻറ്റിനും പാഷനും ഒക്കെ അനുസൃതമായിട്ടുള്ളൊരു കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട്, ഈവൻ ആർട്സിൽ നിന്നാണെങ്കിലും കൊമേഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നോൺ ടെക് ഏതെങ്കിലും ഗ്രാജുവേഷനിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IT മേഖലയിൽ ഒട്ടനവധി അവസരങ്ങളാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. മാർക്കറ്റിൽ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാലറി ഫ്രഷേഴ്സ് നൽകുന്നതും പെർഫോമൻസ് അനുസരിച്ചിട്ട് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മേഖല കൂടെയാണ് IT. ഇന്ന് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കും IT ജോബ് നേടാൻ പറ്റുന്ന കുറച്ച് ജോബ് റോൾസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ +2 കഴിഞ്ഞവർക്ക് പോലും നേടാൻ പറ്റുന്നതാണ്. ഇവരുടെ ജോബ് റോൾ എന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡേറ്റ അനലിസ്റ്റ്. ഒട്ടും കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാൾക്കും പഠിച്ചെടുത്ത് എളുപ്പത്തിൽ ജോബ് നേടാൻ പറ്റുന്നതാണ് ഡേറ്റ അനലിറ്റിക്സ്. ഇപ്പോൾ സാഹചര്യത്തിൽ വളരെയധികം ഗ്രോത്തും ഈ ഒരു മേഖലയിൽ കണ്ടുവരുന്നുണ്ട്. മൂന്നാമത്തത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്. ക്ലൗഡിൽ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്ത് മാനേജ് ചെയ്യുന്നതാണ് അവരുടെ ജോബ് റോൾ. നാലാമതായിട്ട് ഡേറ്റ സയൻസ് IT-യെക്കാട്ടി കൂടുതൽ റിലേറ്റഡ് ചെയ്യുന്ന ബിസിനസ് റിലേറ്റഡ് ആണ്. എങ്കിലും അതിനകത്ത് കോഡിംഗ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഫാസ്റ്റർ ഗ്രോത്ത് ഉള്ള ഒരു മേഖലയാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. മൊബൈൽ ആപ്പ് ഡെവലപ്പർ. ഇന്നിപ്പം എല്ലാവരും ലാപ്പിനെക്കാട്ടും വേറെ ഡിസ്പ്ലേ ഡിവൈസിനെക്കാട്ടും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലാണല്ലേ. ഇപ്പം മൊബൈൽ ഡിവൈസ് ഇപ്പോൾ എല്ലാവരും വെബ്സൈറ്റിനെക്കാട്ടും ഉപയോഗിക്കുക മൊബൈൽ ആപ്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പം മൊബൈൽ ആപ്സ് ഡെവലപ്പ് ചെയ്യുന്നവരാണ് മൊബൈൽ ആപ്പ് ഡെവലപ്പേഴ്സ്. ദെൻ സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ്. ഇപ്പം IT-യിൽ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇപ്പം നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്ത് വെബ് ആപ്പ് ഡെവലപ്പ് അവിടെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഭയങ്കര നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. അതിലും വലുതായിട്ട് കോഡിംഗ് ഒന്നുമില്ല, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ഡിജിറ്റൽ മീഡിയത്തിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതും +2 കഴിഞ്ഞവർക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇവൻ സപ്ലൈ ഉള്ളവർക്കൊക്കെ പഠിച്ചെടുത്ത് ജോബ് നേടാവുന്നതാണ്. ദെൻ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്. സൈബർ സ്പേസിൽ ആപ്ലിക്കേഷൻസിനെയും സോഫ്റ്റ്വെയർ പ്രൊഡക്ഷനെയൊക്കെ സെക്യൂറായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. സോ ഈ ജോബ് റോളിലേക്ക് എന്ത് സ്കില്ല് വേണം എന്നുള്ളതും എങ്ങനെ ജോബ് കയറാൻ പറ്റുന്നതെന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ കാണുക. താങ്ക് യു.